നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൊച്ചൊരു വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ സൈക്കോളജി ടോപ്പിക് ആണ്. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ പറഞ്ഞ 71ാമത്തെ ചോദ്യം 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ 71 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു സൈക്കോളജിയിൽ. വളരെ ടഫായിട്ടുള്ള ചോദ്യ പേപ്പർ, 10 മാർക്ക് കിട്ടുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ സൈക്കോളജി മാർക്ക് വാങ്ങിക്കാൻ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ 71ാമത്തെ ക്വസ്റ്റ്യൻ ഇംപ്ലിസിറ്റ് അസോസിയേഷൻ ടെസ്റ്റ് എന്നത് ഡാഷിന്റെ പരീക്ഷണമായിരുന്നു എന്നാണ് ചോദ്യം ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ഇംപ്ലിസിറ്റ് അസോസിയേഷൻ ടെസ്റ്റ് IAT ഇസ് എ ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി, പ്രെജുഡിസ്, മെമ്മറി, ഇന്റലിജൻസ്. ഇതായിരുന്നു ചോദ്യം. ഇതിന്റെ ആൻസർ വരുന്നത് ഈ പറഞ്ഞുകൊണ്ട് തന്നെ മുൻവിധി അഥവാ പ്രെജുഡിസ് എന്ന് പറയുന്ന ആൻസർ ആണ് വരുന്നത്. നമുക്ക് പ്രെജുഡിസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രെജുഡിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് സോഷ്യൽ ഡയമെൻഷൻസ് ഓഫ് ബിഹേവിയറിനകത്ത് സൈക്കോളജിയിൽ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജിയിൽ 10 മാർക്കിനകത്ത് ഈ കിടക്കുന്ന 5ാമത്തെ ടോപ്പിക്, 4ാമത്തെ മെയിൻ മോഡ്യൂളിനകത്ത് 5ാമത്തെ ടോപ്പിക്കാണ് പ്രെജുഡിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ, വിവേചനം മുൻവിധി എന്നുള്ളതാണ് ടോപ്പിക്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഓൾറെഡി കാണിച്ചില്ലേ, ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. എന്താണ് പ്രെജുഡിസം? അപ്പൊ നോക്കിക്കേ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ നമ്മൾ പറഞ്ഞു പ്രെജുഡിസ് ആണ്. ഇനി എന്താണ് പ്രെജുഡിസ്? കൃത്യമായിട്ടൊന്ന് കേട്ടിരിക്കുക. മുൻവിധി എന്നാണ് മലയാളത്തിൽ പറഞ്ഞത് അല്ലെ, മുൻവിധി. നമ്മൾ ഒരാളെ കാണുമ്പം നമുക്ക് അവരെ പറ്റിയിട്ട് ഒരു മുൻവിധി ഉണ്ടാവുക. അവര് നല്ലൊരു വ്യക്തി ആയിക്കോട്ടെ, അവര് ഒരു ചീത്ത വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ശല്യമില്ലാത്ത ഒരാളായിക്കോട്ടെ, പക്ഷെ നമ്മൾ അവരെ കാണുന്ന സമയത്ത് ഇവര് ചീത്തയാണ് എന്ന് നമ്മൾ മുൻവിധിയോട് കൂടിയിട്ട് നമ്മുടെ മനസ്സിൽ അങ്ങ് ഉറപ്പിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് പ്രെജുഡിസ് മനോഭാവം. ഓക്കെ, പ്രെജുഡിസ്ഡ് ആണെന്ന് പറയത്തില്ലേ. അപ്പൊ പ്രെജുഡിസ് ഇസ് ആൻ ആറ്റിറ്റ്യൂഡ് ദാറ്റ് പ്രീഡിസ്പോസസ് എ പേഴ്സൺ ടു തിങ്ക്, പെർസീവ്, ഫീൽ ആൻഡ് ആക്ട് ഇൻ എ ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ വേ ടുവേർഡ്സ് എ ഗ്രൂപ്പ് ഓർ ഇറ്റ്സ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. ഒരാളോട് തോന്നുന്ന മുൻവിധിയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇനി അതൊരു ഗ്രൂപ്പിനോടാവുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു കാസ്റ്റിൽപ്പെട്ട ഗ്രൂപ്പിലുള്ളവരെല്ലാവരും തന്നെ മോശമാണ്, അവരുടെ അജണ്ട മോശമാണെന്ന് അവരെ പറ്റി പഠിക്കാതെ തന്നെ എനിക്കൊരു മുൻവിധി ഉണ്ടെങ്കിൽ, തെളിവുകളൊന്നും ഇല്ലാതെ എനിക്കൊരു മുൻവിധി ഉണ്ടെങ്കിൽ ഞാനൊരു പ്രെജുഡിസ്ഡ് മനോഭാവക്കാരിയാണെന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായല്ലോ? പ്രെജുഡിസ്ഡ് മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു ഗ്രൂപ്പിനോട് അല്ലെങ്കിൽ ഒരാളോട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സിനോട് എന്ത് തോന്നുന്നു? എനിക്കൊരു അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തോന്നുന്നു. അതിനകത്ത് ഞാൻ അവരെ പറ്റി വിചാരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളാണ്, മോശപ്പെട്ട കാര്യങ്ങളാണ്. ഇത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഓർക്കുക, prejudice is acquired എന്നാണ് പറയുന്നത്. അതായത് ലൈക്ക് ആറ്റിറ്റ്യൂഡ് prejudice is acquired through the process of learning and socialization. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു ചോദ്യമാണ്, ഈ prejudice എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവുമായി കൂടെ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്താലും എനിക്ക് ആ ഗ്രൂപ്പിനോട് മുൻവിധിയുണ്ട്, ഈ ഗ്രൂപ്പ് നല്ലതാണെന്ന്. അങ്ങനെയാണെങ്കിൽ അത് പോസിറ്റീവ് prejudice ആണ്. ഇനി ഒരു ഗ്രൂപ്പ് അവരെന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും ചീത്ത കാര്യങ്ങൾ ചെയ്താലും നല്ല കാര്യം ചെയ്താൽ ഞാൻ പറയും അത് അവരുടെ വേറെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ എന്റെ മുൻവിധി എന്താ? അവര് ചീത്തയായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. സോ അതൊരു നെഗറ്റീവ് prejudice ആണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ prejudice is acquired. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. പിന്നീട് അവൻ വളരുന്ന സാഹചര്യങ്ങളിലൂടെയും അവന്റെ അനുഭവങ്ങളിലൂടെയും അവൻ കേൾക്കുന്ന കാര്യങ്ങളിലൂടെയും ഒക്കെയാണ് ഒരു കുട്ടിക്ക് എന്തുണ്ടാവുന്നത്, ഓരോത്തിനെ പറ്റിയിട്ടും അവൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നത്. സോ prejudice is acquired അല്ലെ, ലേൺ ചെയ്യുകയാണ്, നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത് ത്രൂ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷനിലൂടെ, സാമൂഹീകരണത്തിലൂടെയാണ് prejudice ഉണ്ടാവുന്നത്. ഇനി ഇതൊരു ഇമോഷണൽ ഓവർ എന്നുള്ള കാര്യമാണ് അല്ലെ. prejudice is always colored with emotions. എപ്പോഴും prejudiceത്തിനകത്ത് ഇമോഷൻസിന്റെ കളർ ഉണ്ടായിരിക്കും. It is either for or against some group, community or religion. If favorable, the person would show too much affection. ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ, ഒരു ഗ്രൂപ്പിനോട് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അവരോട് ഭയങ്കരമായിട്ടുള്ള ഒരു അഫെക്ഷനും സ്നേഹവും കെയറും സിമ്പതിയും കാണിക്കും, അതിന്റെ മെമ്പേഴ്സിനോട് എല്ലാവരോടും. ഇനി അൺഫേവറബിൾ ആണെന്നുണ്ടെങ്കിലോ ആ വ്യക്തികളെ എല്ലാം ഞാൻ വെറുക്കുന്നു, അവരോട് ഞാൻ ഇഷ്ടക്കേട് കാണിക്കുന്നു, അവരോട് ഞാൻ അഗ്രഷൻ പ്രവർത്തിക്കുകയും ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യും. ഓക്കെ, ഇനി prejudice is irrational, യുക്തിരഹിതമാണ്. മുൻവിധി എന്ന് പറയുന്നത് യുക്തിരഹിതമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ യുക്തിക്ക് രഹിതമല്ലാത്തതായിട്ടുള്ള, അതായത് അവര് നല്ല കാര്യം ചെയ്താലും നമ്മൾ അതിനെ അതായിട്ട് എടുക്കത്തില്ല. does not lend itself for a reason, wisdom, relevance. നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരെ ഇഷ്ടമല്ലാത്തത് നമുക്ക് പറയാൻ കാരണം കാണത്തില്ല. ഓക്കെ, അത് മുൻവിധിയുടെ ഒരു പ്രശ്നമാണ്. എന്താണ് ഇഷ്ടമല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല, അതിനപ്പുറത്തോട്ട് ഒരു യുക്തിപരമായിട്ടുള്ള ഒരു റാഷണൽ ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാനായിട്ട്
കാണത്തില്ല അല്ലെ. prejudice, the individual does not change his prejudice in the face of information and evidence to the contrary. അവരെ പറ്റിയിട്ട് നമ്മളൊരു എവിഡൻസ് മുമ്പിൽ കൊണ്ടുവച്ചാലും അവരത് വിശ്വസിക്കില്ല. ഇനി prejudice is functional. Prejudice help the individual justifies his hostility, repressed desire and strengthen feelings of self-esteem and prestige. It help individual justifies its exploitation, discrimination of members of other group. For example, in Indian society, the upper caste Hindus justify their exploitation of lower caste, reasoning that they are like that only and deserve to be exploited and discriminated against. അല്ലെ, ആ ഒരു അപ്പർ കാസ്റ്റിലുണ്ടായിരുന്ന പണ്ട് ഹിന്ദുക്കളിൽ കാസ്റ്റ് പറയുന്ന സമയത്ത് അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാർ ലോവർ കാസ്റ്റിലുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ട് അവർ പറയുന്ന ന്യായീകരണം എന്താണ്? അവർക്ക് ഇതാണ് വിധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവര് ഇതാണ് ഡിസർവ് ചെയ്യുന്നത്, സോ നമ്മൾ അത് കൊടുക്കുന്നു, ഡിസ്ക്രിമിനേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് prejudice is functional എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. മാക്സിമം എന്താണ്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു മറ്റു ഗ്രൂപ്പ് ഉള്ളവരെ. അവർ പറയുന്ന കാരണം ഇവരിതാണ് ഡിസർവ് ചെയ്യുന്നത്. ഇനി prejudice has no connection with reality. അന്ന് ഞാൻ ഇനിയും പറയണ്ടല്ലോ, ഒരിക്കലും ഒരു റിയാലിറ്റി അല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറാഷണൽ ആണ് അല്ലെ. കാരണങ്ങളൊക്കെ റാഷണാലിറ്റി ഇല്ലാത്തതായിരിക്കും, റിയാലിറ്റിയുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരിക്കത്തില്ല. റോങ് ഇൻഫർമേഷൻ ആവാം, ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ ആവാം, അതായത് നമ്മുടെ വിശ്വാസങ്ങൾ ലോജിക്കലോ റീസണിങ് ആയിട്ടോ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടായിരിക്കത്തില്ല prejudice വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇനി ടൈപ്സ്, ഇനി ഞാൻ അത് ഒന്നുകൂടെ പറഞ്ഞു തരാം. ടൈപ്സ് ഒരുപാട് പറയേണ്ട കാര്യമില്ല. റേഷ്യൽ prejudice എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? കറുത്തവരെന്നും വെളുത്തവരെന്നും ഉള്ള രീതിയിലുള്ള നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു മുൻവിധി. സെക്സ് prejudice, ജെൻഡർ ഇൻഇക്വാളിറ്റി ആണ് അവിടെ പറയുന്നത്. സ്ത്രീകളായതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇത് പറ്റില്ല, പെൺകുട്ടികളെ കൊണ്ട് ഇത് പറ്റില്ല, പെണ്ണായി കൊണ്ട് നിന്നെ മാറ്റി നിർത്തുന്നു, സാലറി ഇത്രയും വേണ്ട, അത് സെക്സ് prejudice ആണ്. അതുപോലെ തന്നെ കാസ്റ്റ് prejudice, ഡിവൈഡഡ്, അതായത് സൊസൈറ്റിയെ കാസ്റ്റിന്റെ പേരിൽ ഡിവൈഡ് ചെയ്ത് വെക്കുന്നു. ലാംഗ്വേജ് prejudice ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് this discrimination is based on language. In some part of the South India, people prefer to speak English over Hindi even if they understand Hindi because of language pride and resistance. ഈ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്നവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുക, മറ്റവരെ താഴ്ന്ന ഇതായിട്ട് കാണുക. ദെൻ റിലീജിയസ് prejudice ഉണ്ട്. അതായത് അവരവരുടെ റിലീജിയൻ ആണ് വലുതെന്നും നമ്മുടെ റിലീജിയനെ ഫേവർ ചെയ്തിട്ട് മറ്റുള്ളതിനെല്ലാം താഴ്ത്തി കെട്ടുന്ന ഒരു രീതി, അതാണ് റിലീജിയസ് prejudice എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ prejudice-ത്തെ പറ്റിയിട്ട് നിങ്ങൾ ഇത്രയും ഒന്ന് അറിഞ്ഞിരിക്കുക, എന്താണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? നമ്മുടെ ഇംപ്ലിസിറ്റ് അസോസിയേഷൻ ടെസ്റ്റ്, IAT ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ പറ്റിയിട്ട് നടത്തുന്ന, എന്തിനു വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നതാണ് എന്നാണ് ചോദ്യം. അത് മുൻവിധിക്കുള്ള ഒരു ടെസ്റ്റ് ആണ് കേട്ടോ, മുൻവിധിക്കുള്ള ഒരു ടെസ്റ്റ് ആണ്. ഇനി എന്താണ് ഈ ടെസ്റ്റിനൊന്ന് നോക്കാം നമുക്ക്. ഇംപ്ലിസിറ്റ് അസോസിയേഷൻ. ഈ ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മൂടിക്കിടക്കുക, അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോയി കിടക്കുന്ന കാര്യങ്ങൾ എന്നാണ്. അൺകോൺഷ്യസ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഇംപ്ലിസിറ്റ്. ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡിലുള്ള മെമ്മറി എന്നാണ് അർത്ഥം. എക്സ്പ്ലിസിറ്റ് മീൻസ് നമുക്ക് പുറമേ കാണുന്നത്. അപ്പൊ ഇംപ്ലിസിറ്റ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ടൂൾ ആണ്. ആന്റണി ഗ്രീൻവോൾഡും മഹസറിൻ ബാനർജി ബ്രിയാൻ നോസക്കും കൂടെ ചേർന്ന് 1998 ഇത് ഡിസൈൻ ചെയ്യുന്നത്. ഇത് ശരിക്കും എന്ത് മെഷർ ചെയ്യാനാണ്? ഇംപ്ലിസിറ്റ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ബയാസസ്. ബയാസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പേഴ്സണൽ ബയാസസ്, നമ്മുടെ ഒപ്പീനിയൻസ് ആണ്. അൺകോൺഷ്യസ് ആയിട്ടുള്ള ബയാസസിനെ കണ്ടുപിടിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മെന്റൽ അസോസിയേഷൻ ബിറ്റ്വീൻ കൺസെപ്റ്റ് ആൻഡ് ഇവാലുവേഷൻസ്. നമ്മൾ ഒരു കൺസെപ്റ്റ് വെക്കുന്നു, ഇപ്പൊ റേസ് അല്ലെങ്കിൽ ഒരു ജെൻഡർ, അതുമായിട്ട് നമ്മൾ ഇവാലുവേഷൻ, അല്ലെ ഈ ജെൻഡർ, സ്ത്രീകൾ ഗുഡ് ഓർ ബാഡ് എന്ന് ചോദിക്കുമ്പോൾ സ്ത്രീകൾ ബാഡ് അങ്ങനെ അതായത് അസോസിയേറ്റ് ചെയ്ത് നോക്കുന്നതാണ് ഈ ഒരു ഇംപ്ലിസിറ്റ് അസോസിയേഷൻ ടെസ്റ്റ്. അപ്പം നമ്മൾ ഓൾറെഡി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ പറയാം. ആദ്യം ഒരു പാർട്ടിസിപ്പന്റ് ഉണ്ടെങ്കിൽ അയാളെ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്നു, എന്നിട്ട് ക്വിക്കലി കാറ്റഗറൈസ് ചെയ്യാൻ പറയുന്നു. കുറെ വേർഡ്സോ അല്ലെങ്കിൽ ഇമേജസോ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചതിന് ശേഷം കാറ്റഗറി പെടുത്താൻ പറയുന്നു. 2 ടാർഗറ്റ് ഗ്രൂപ്പ് കാണും, പെയർ ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ബ്ലാക്ക് വേഴ്സസ് വൈറ്റ് ഫേസസ് വിത്ത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് വേർഡ്സ്. അപ്പം ഈ പറഞ്ഞതുകൊണ്ട് തന്നെ ബ്ലാക്ക് വൈറ്റ്, അതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്നാണ് ചെയ്യാൻ പറയുന്നത്. ഇപ്പൊ ബ്ലാക്ക് ഫേസ് എന്ന് കൊടുക്കുന്നു. ബ്ലാക്ക് ഫേസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ റേസിനോടുള്ളൊരു അങ്ങനെ ഒരു പ്രെജുഡിസ് മനോഭാവമില്ല. ഇനി വൈറ്റ് ഫേസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ കൂടുതലായിട്ടും ഒരു ബ്ലാക്ക് ഫേസിനോടുള്ള ഒരു വിരോധമാണ് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഇഫ് എ പേഴ്സൺ ഈസ് ഫാസ്റ്റർ സ്പെയറിംഗ് വൈറ്റ് പ്ലസ് ഗുഡ്, ഇനി വൈറ്റിനെ ഇവർ ഗുഡായിട്ട് കൊണ്ടുവരുവാന്ന് വെച്ചാൽ വൈറ്റ് പ്ലസ് ഗുഡ് എന്ന് കൊടുക്കുവാണെങ്കിൽ വേഴ്സസ് ബ്ലാക്ക് ഗുഡ് എന്ന് പറയുകയാണെങ്കിൽ ഇംപ്ലിസിറ്റ് ബയാസ് ആ ഒരു ഗ്രൂപ്പിനോടുണ്ട്, കറുത്ത ആൾക്കാരോടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ഇംപ്ലിസിറ്റ് അസോസിയേഷൻ ടെസ്റ്റ്. അൺകോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ബയാസിനെ പുറത്തെടുക്കാനായിട്ട് പെയറിംഗ് കൊണ്ട് ശ്രമിക്കുക.
അപ്പൊ ഇതായിരുന്നു 2024 ഒന്നാമത്തെ ചോദ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.